1971 തിരുവനന്തപുരം മോഡൽ സ്കൂളിലെ കലാമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് നാടക മത്സരമാണ്. 6ാം ക്ലാസ് കുട്ടികൾ വരിയായി സ്റ്റേജിലേക്ക് വരുന്നുണ്ട്. നാടകത്തിൻ്റെ പേര് കമ്പ്യൂട്ടർ ബോയ്. അതിൽ 90കാരൻ്റെ വേഷം ചെയ്ത 11കാരൻ്റെ പ്രകടനം കാണികളുടെ മനസ്സിൽ കയറിപ്പറ്റി. എന്ത് ഭംഗിയായാണ് അവൻ അഭിനയിക്കുന്നത്. എന്താണ് അവൻ്റെ പേര്? സദസ്സിൽ നിന്നാരോ വിളിച്ചു പറഞ്ഞു, മോഹൻലാൽ. അതെ, പിന്നീട് അഭിനയ കലയുടെ 6ാം തമ്പുരാനായി പതിറ്റാണ്ടുകളായി മലയാളി വിസ്മയിപ്പിക്കുന്ന മോഹൻലാൽ. 1960 മെയ് 21 പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിൽ വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരിയുടെയും രണ്ടാമത്തെ മകനായാണ് മോഹൻലാൽ ജനിക്കുന്നത്. വിശ്വനാഥൻ നായർ കേരള സെക്രട്ടേറിയറ്റിലെ നിയമവകുപ്പിലെ ഉദ്യോഗസ്ഥനായിരുന്നു. തിരുവനന്തപുരത്തെ മുടവൻ മുകളിലെ തറവാട്ടി വീട്ടിലായിരുന്നു മോഹൻലാലിൻ്റെ കുട്ടിക്കാലം. തിരുവനന്തപുരം മോഡൽ സ്കൂളിലാണ് താരം തൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. നന്നേ ചെറുപ്പത്തിൽ തന്നെ അഭിനയത്തോട് അങ്ങനെ ആർത്തി ഉണ്ടായിരുന്നു ലാലിന്. സ്കൂൾ കലാമേളയിലെല്ലാം മിന്നും താരമായി. സ്കൂൾ കാലഘട്ടത്തിന് ശേഷം തിരുവനന്തപുരം MG കോളേജിൽ ചേർന്ന മോഹൻലാലിൻ്റെ അക്കാലത്തെ കൂട്ടുകാരായിരുന്നു പ്രിയദർശനും മണിയമ്പിള്ള രാജു. ആ സൗഹൃദം പിന്നീട് സിനിമകളായി മാറി. ഇന്നും പ്രിയൻ ലാൽ ചിത്രങ്ങൾ മലയാളിയുടെ ഇഷ്ട ചോയ്സാണ്. വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന സിനിമകൾ കൊണ്ട് എത്ര തവണയാണ് പ്രിയദർശനും മോഹൻലാലും വെള്ളിത്തിരയിലെത്തിയത്. സിനിമ ഉള്ളിൽ അങ്ങനെ കത്തി നിന്ന ആ 18കാരൻ്റെ ചിന്ത എങ്ങനെ ബിഗ് സ്ക്രീനിൽ എത്തുക എന്നത് മാത്രമായിരുന്നു. അങ്ങനെയാണ് സുഹൃത്തുക്കൾ ചേർന്ന് ആരംഭിച്ച ഭാരത് സിനി ഗ്രൂപ്പ് എന്ന നിർമ്മാണ കമ്പനി നിർമ്മിച്ച തിരനോട്ടം ചിത്രത്തിൽ ലാൽ മുഖം കാണിക്കുന്നത്. മോഹൻലാൽ എന്ന മലയാളിയുടെ സ്വകാര്യ അഹങ്കാരത്തിൻ്റെ ആദ്യ രംഗം.